ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും, ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാനെന്തിനാ തന്നോട് സമാനം പറയണേ? താനാണോ എനിക്ക് ലോൺ തന്നത്? സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് എന്നാൽ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാൽ മതി. സമ്മതമല്ല, എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത്. എന്താ? ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ. ചേട്ടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക്. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറിനെ ബാങ്കിന് ഇളവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയനാ. ആ ഹൃദയത്തിൽ ഓട്ടയുണ്ടെങ്കിലേ വേഗം സ്ഥലം വിട്ടോ. തിമ്മയും മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണോ? തന്നോടെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടക്കാൻ എഴുതി ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ അഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ലടോ. ശശി, പശുവിനെ അഴിച്ചേ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കി. ഞങ്ങള് ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ എനിക്ക്? അറിയാമോ തനിക്ക്? കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ബർമുഡഹള്ളിയിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന് 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസറെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരെ വേണമെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരമല്ലേ വലുത് ചേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കുന്നത്? പശുവിനെ അഴിക്കണോ? ഞാൻ അയച്ചോട്ടെ. നിക്ക്, നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ല ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ. അതെ. അപ്പൊ ഈ കയർ എനിക്ക് അടിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്ന് ലോണായിട്ട് താ. എടോ, പശുവിനെ പിടിച്ചോണ്ട് പാടും. സാറല്ലേ ഓഫീസർ, സാറ് ജപ്തി ചെയ്തോണ്ടോ? ഞാൻ ജപ്തി ചെയ്തിരിക്കുന്നു. താൻ കൂട്ടിക്കൊണ്ടു പോവാ. വിളിക്കുമ്പോ കൂടെ വരാൻ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇഡിയറ്റ്. ഇത് കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല, ഞാൻ കാണിച്ചു തരാം. കോഴിയാ ഇനി കൊണ്ടു. പശു, ഞാൻ പറയുന്നത് കേൾക്ക്. നിക്ക്, ഓടല്ലേ പശു. പശു പശു എന്തെങ്കിലും ഓടിക്കല്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. എന്നാ ഫോട്ടോ പിടിച്ചാൽ പയ്യന്റെ പിന്നാലെ ഓടുന്നു. പയ്യന്റെ പിന്നാലെ ഓടുക? ഇനി ഭ്രാന്താണോ? നീ വാ. ഞാൻ ആരാന്ന് വിചാരിച്ചാ? അയ്യോ! പശു, പശു. പശു, പശു, പശു. അയ്യോ, ഇപ്രാവശ്യം ആളുടെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. വാ. ശശി, ശശി, ഞാൻ എവിടെ ഉണ്ട് സാർ? തന്നെ ആരാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ആ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിരിക്കണ ആരാ? കുറച്ചു മുമ്പ് ആ രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു. കൂടെ കൂട്ടുകാരികളും. എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്തൊരു ബാച്ചലറല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതിന് പുറത്തു നിന്നും കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രേപ്പ് കൊടുക്കുക. ട്രാപ്പ്. ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ്. എന്നിട്ട് എന്തുണ്ടായേ? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ ചോദിച്ചു. ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരസ്യം ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്ത് ഒറ്റ ഏറ്. ആ ഉടുകു എൻ നെഞ്ച് തകുണ്ടോ? അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയണുണ്ടായിരുന്നല്ലോ. ഇനി സാർ അവരുടെ ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് എന്നെ ഈ പൂട്ടിയിട്ടിട്ട് എങ്ങടായി പോണെന്ന്.
അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ശ്ശെ. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. എന്റെ മുഖത്ത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞ കണ്ടൂടെ? കണ്ടു. സ്ഥലത്തെ പ്രധാന കേടിയെ നേരിട്ട് കാണാനാ വന്ന്. എന്തിനാ വീട്ടിലൊന്ന് ശശി മുറി പൂട്ടിയിട്ടത്? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരെ അറിഞ്ഞത്? എന്തിനാ ഞങ്ങൾ കുളിക്കുമ്പോ വന്ന് ഫോട്ടോ എടുത്തത്? ഫോട്ടോയാ? ആ ഫോട്ടോ മുഖത്ത് കരുതേച്ച് വന്നാൽ ഞങ്ങൾക്ക് ആളെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് ആ ഫോട്ടോ നെഗറ്റീവ് തിരിച്ചു തരുന്ന നല്ലത്. ഓ, ആ ഫോട്ടോ. കുറെ നല്ല പോസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വേണോ? എന്നാലേ തരുന്നില്ല. വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ. ഇനി കന്നഡപ്രഭ, തരംഗ, പ്രജാവാണി, ഉദയ, മനോരമ, മാതൃഭൂമി, മംഗളം ഈ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് നോക്കിയാൽ മതി, കാണാം. ഞാൻ കുറെ പോസ്റ്റർ അടിച്ചങ്ങടെ ഇറങ്ങാൻ പോവാ നാട് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കാൻ. പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലേ ഇത്രയും സാമർത്ഥ്യം പാടില്ല. നോ നോ നോ. ഓയ് മോനെ, എറിയരുത്, കല്ലാണ് മോനെ. കൈവിട്ടാ പോയി. ഞങ്ങൾ കോമഡി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ലേ. കളിക്കരുത്, കൈവിട്ടാ പോയി. വെറുതെ നിൽക്കല്ലോ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബുദ്ധിയില്ലാത്ത ചെക്കനാണത്. അയ്യോ, വർക്കിയുടെ പശുവിനെ അഴിച്ചുവിട്ട ബാങ്കുകാരനാണാടാ. ഇറങ്ങി വേടാ. ഇറങ്ങി വാ മര്യാദയ്ക്ക്. നീയാണോ പശുവിനെ അഴിച്ചുവിട്ടത്? അതെ, ഞാനാണ്. ഇവിടുത്തെ ഒരു കുടിലിൽ കയറി പശുവിനെ അഴിച്ചുവിടാൻ നീ ആയോടാ. വെട്ടിയെരിഞ്ഞ് ശ്രാവണഗിരി പുഴയെ താഴ്ന്നു തന്നെ ഞങ്ങള്. നാളെ നേരം വെളുത്ത് പാല് കിറക്കാൻ തൊഴുത്തി ചെല്ലുമ്പോ പയ്യ അവിടെ ഉണ്ടാവണം. ഇതും കൊണ്ടല്ലോ. നിങ്ങൾ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വന്നല്ലോ, കയ്യേറ്റത്തിന് വന്നതല്ലേ. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. നീ നിസ്സാരമായിട്ട് കയറൂരി വിട്ട പയ്യുണ്ടല്ലോ, അത് ഞങ്ങൾ ഈ നാട്ടുകാർ അന്നോ അറിയോ നിനക്ക്? കയറൂരി വിട്ടത് സാറല്ല, വർക്കിയാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ ജപ്തി ചെയ്യാൻ വന്നു എന്നുള്ളത് സത്യ. അതെന്റെ ജോലിയുടെ ഭാഗമാ. നിങ്ങൾ പറഞ്ഞ പോലെ പശുക്കൾ നിങ്ങളുടെ അന്നമാണെങ്കിൽ ഈ ജോലി എന്റെയും അന്നാ. ഏതായാലും എല്ലാവരും ഒരുമിച്ച് വന്നത് നന്നായി. ഇനിയിപ്പോൾ ആരെയും വീട്ടിലൊന്ന് കാണണ്ടല്ലോ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നിങ്ങളിൽ പലരുടെയും കിടപ്പാടത്തിന്റെ ആധാരം പണയം വെച്ച് തിമ്മേൻ ബാങ്കിൽ നിന്ന് വലിയ വലിയ തുകകൾ ലോണായിട്ട് എടുത്തിട്ടുണ്ട്. നാളിതുവരെ 5 നയാ പൈസ മുതലാളി തിരിച്ചടച്ചിട്ടില്ല. പണമടയ്ക്കാത്തവരുടെ വസ്തുവകൾ ജപ്തി ചെയ്യാനാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രപ്പൻ. ഓ, ചന്ദ്രപ്പൻ. ഈ രോഷം കൊള്ളുന്ന നിങ്ങൾ അടയ്ക്കാണ്ടല്ലോ 50,000 രൂപ. അതിന്റെ പലിശ ആ. എനിക്ക് നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നില്ല. നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അങ്ങനെ. അതല്ല എന്നെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും തിരിച്ചേക്കാനാ ഭാവമെങ്കിൽ എനിക്ക് പകരം വരുന്ന ആളും ഇത് തന്നെ ആവർത്തിക്കും. അതെ, തിന്മേനെയും നമ്മളെയും തമ്മിൽ തെറ്റിക്കാൻ കള്ളം പറയുക. ഇവനെ എന്ത് ചെയ്യണമെന്നറിയോ? പറഞ്ഞൊക്കെ സത്യമാണോ? വിശ്വാസം ഇല്ലെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന ആരെങ്കിലും കൂട്ടി നാളെ ബാങ്കിൽ വാ, ഞാൻ രേഖകൾ കാട്ടിത്തരാം. എഴുത്തും വായന അറിയാവുന്നവരെ കൂട്ടിയിട്ട് വരാം. പക്ഷെ ഈ പറഞ്ഞൊക്കെ സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണം വെച്ചിട്ടെ. ശശി, എന്താ സാർ? ഇവളെന്തിനാ അവരുടെ കൂടെ വരണേ? സാറല്ലേ പറഞ്ഞത് എഴുത്തും വായനയും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോവാ, രേഖകൾ കാണിച്ചു തരാമെന്ന്. ഈ ഗ്രാമത്തിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരേ ഒരാൾ രാധയാ.
എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് എന്ത് കുഴപ്പം? തനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? എനിക്കും തോന്നിയില്ല, സാറിന് തോന്നിയോ? അപ്പം എനിക്കും തോന്നിയില്ല. അതെ, എല്ലാവരും അത് കടത്തിവിടണ്ട. രേഖ പരിശോധിക്കുന്ന ആളെ മാത്രം മതി. എന്താ? ഒന്നുമില്ല. ഇതെന്റെ പെങ്ങള് രാധ, പ്രീ ഡിഗ്രിയാ. പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുക. രേഖകള് ഇവള് പരിശോധിച്ച പോരെ? അല്ല, വേറെ ആരും വേണ്ട. കുട്ടി മതി. രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞത്. ഇത് ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. ആ ഫോട്ടോസ് നെഗറ്റീവ് എവിടെ? ഏത് ഫോട്ടോസ്? പത്രത്തിൽ കൊടുക്കുന്ന പറഞ്ഞ ഫോട്ടോസ്. അത് തന്നില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാം നുണയാന്ന് പറയാം. അയ്യോ, സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എങ്ങനെ വിശ്വസിക്കും? നാളെ തൃക്കണാമ്പിയിൽ വന്നാ തെളിവ് തരാം. ശരിയാ, 70 ആൾക്കാരുടെ പേരിൽ ഇവിടുന്ന് ലോൺ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രമാണങ്ങള് പണയം വെച്ചതിന് രേഖയുണ്ട്. പണം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരുടെ പേരും തുക എഴുതിയ ലിസ്റ്റാണത്. മാതപ്പ 10,000 രൂപ, മഹാദേവ 15,000, മണികണ്ഠൻ 15,000, ദൊഡണ്ണ 8,000, നാച്ചപ്പ 25,000, ചന്ദ്രപ്പൻ 60,000 രൂപ. 60,000 രൂപ. വരാൻ അതിനല്ലാന്ന്. വാ ഇങ്ങോട്ട് വരാൻ. എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഗവൺമെന്റ് കൈക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് മാറിയെന്നെ. കഥ കടച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. വാ. കൊളായി, എല്ലാം കൊളായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു. സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന ആ പാർത്തനും നാട്ടുകാരും കൂടി എന്നെ പച്ചയ്ക്ക് തൊലി വിളിക്കും. പിന്നെ എന്നെ കാണാൻ ഒരു ശൈലുണ്ടാവില്ല. ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിമ്മയിനെയും കൊണ്ടേ ഞാൻ വരൂ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത്. പറയാൻ സമയമില്ല. ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം. യോഗ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം. നിങ്ങളുടെ ക്ഷേമം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എഴുത്തും വായനയും അറിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നത്. ഇനി അതുണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തിലെങ്കിലും കയ്യൊപ്പ് വെക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അതെന്താണെന്ന് വായിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിന് അക്ഷരമറിയണം. ഇനി മുതൽ ജോലി കഴിഞ്ഞു വന്നാൽ 1 മണിക്കൂർ നമ്മൾ അതിനായി മാറ്റിവെക്കണം. പഴയ പോലെ നമ്മളെ ആരും ചതിക്കാൻ പാടില്ല. ಇಲ್ಲಿ ನೋಡಿ, ಇನಿ ಹತ್ರ ಕಳ್ಳತರ ಮಾಡಬಾರಲ್ಲ. ಗೊತ್ತಾಯ್ತಾ? ഇവിടെ ഇതായിരിക്കണം മഞ്ഞ ഷർട്ടുകാരനാ മുകുന്ദ. കന്നഡ ക്ലാസ് എടുക്കുന്നത് രാധയാണ്. മലയാളം ക്ലാസ് ഞാനും. ഇംഗ്ലീഷ് ഇല്ല, ക്ലാസ് ഇല്ല. ക്ലാസുകൾ നാളെ മുതൽ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ബാങ്കിന്റെ വക സ്ലേറ്റും പെൻസിലും ഫ്രീ. ഇരിക്കേ. അതെ കൂക്കോ.
ഇതിനൊന്നും എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഇരുന്ന എവിടെ? ഇതൊക്കെ തരുന്ന ബാങ്ക് അല്ലേ സാറേ? തിമ്മയ്യ, നീ മുകുന്ദ അല്ലേ? എല്ലാരെയും എഴുത്തും വായനയും പഠിപ്പിക്കുകയല്ലേ? എഴുതാൻ കയ്യും പറയാൻ നാവുള്ളെങ്കിൽ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? എല്ലാം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ശ്രാവണഗിരിക്കാരെ അവരുടെ വഴിക്ക് വിട്ടേക്കടാ മോനെ. ഇല്ല, ഇനി ബാങ്കിനെ ഉപയോഗിച്ച് ഈ പാവങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ക്രൂരത ദൈവം പോലും പൊറുക്കില്ല. ദൈവം നാനാണ് മോനെ ശ്രാവണഗിരിക്കാരുടെ ദൈവം. അവരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ദൈവം. എന്റെ കാര്യത്തിൽ തലയിട്ടതിന് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാ. ನನ್ ಮುಂದೆ ತೋರಿಸಿದ ಕೈ ನಿನಗೆ ಬೇಕು. ഞങ്ങളുടെ നെഞ്ചി ചവിട്ടി നിന്ന നീ ഇതുവരെ കളിച്ചത് മതി, ഇനി വേണ്ട. നീ ജയിച്ചു എന്ന് കരുതണ്ട. ഇതേ നാട്ടുകാര് എന്നെ പേപ്പട്ടിയെ പോലെ എറിഞ്ചോടിക്കുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നോ? ദേവർസി നൻ മകനെ ಗಂಗೆ ನಿನ್ನ ಮನಸೈತೆ
ಕಣ್ತುಂಬಲಿನ ಬೊಂಬೆ ತುಂಬೈತೆ ನನ್ನ ಕಣ್ತುಂಬಲಿನ ಬೊಂಬೆ ತುಂಬೈತೆ എന്താ തിമ്മയ്യ ഞാൻ ഈ കേക്കണേ? എന്ത് എന്ത് കേട്ടു എന്നാ താൻ പറയണത്? തിമ്മയ്യൻ ബാങ്കിലെ പണം തിരിച്ചടക്കാൻ നേരിട്ടുണ്ടോ? ആ പാർത്തലും കൂട്ടരും എന്റെ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി ചെരുപ്പുമാല ഇടിച്ച് കൈതപ്പുറത്ത് നടത്തുന്നു പറഞ്ഞ എന്റെ വീട്ടിൽ വന്ന് ബഹളുണ്ടാക്കി. ഇതാണോ കാര്യം? താൻ വിഷമം എടുക്കണ്ട. അവൻ പറഞ്ഞതൊക്കെ ആ പ്രാർത്ഥന കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും. അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ പോയ വഴി തിരിച്ചു കിട്ടുമോ? എടോ മണ്ട, പണി തിരിച്ചു കിട്ടാനാ പൈസ അടയ്ക്കാമെന്ന് തിന്മയും സമ്മതിച്ചത്. തൽക്കാലം പണം അടക്കിയല്ലാതെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടാവില്ല? ഇല്ല. അപ്പൊ തിമ്മയ്യ ഞാൻ പോട്ടെ. തിമ്മയ്യ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് പേടിയാവണു. ഒറ്റയ്ക്കല്ലേ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറന്നുപോയി. തിമ്മയിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പോത്തുകളുണ്ടല്ലോ. ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്കി. ഒരു ധൈര്യത്തിനാടോ. ഏയ് ഗതികേ മകളെ. ഞാൻ പോട്ടോ റമീഷേ. ബന്നി